നൗഫലിനോടൊരു ചോദ്യം. അതായത് നേരത്തെ റവന്യൂ വകുപ്പ് മന്ത്രി വന്നു, വീടിനകത്ത് കയറി പെൻസിൽ കൊണ്ട് മായ്ച്ചു. നൗഫലിന് എന്താ തോന്നിയത് കണ്ടപ്പോൾ? എനിക്ക് തോന്നിയത് എന്തോ ഒരു കിളി പോയവരാണ് മൂപ്പര് ചെയ്യുന്നത്. അല്ല, സത്യം പറയാം. കാരണം ഈ മാർക്ക് ചെയ്തവിടെ കറക്റ്റ് ലീക്കുള്ളവിടെ മാർക്ക് ചെയ്തവിടെ അത് ഈ ഊരാലുകൾ ഉദ്യോഗസ്ഥന്മാരെന്നെ വന്നിട്ട് മാർക്ക് ചെയ്തത്, അല്ലെങ്കിൽ ഞാനൊന്നുമല്ല മാർക്ക് ചെയ്തത്. ഈ മാർക്ക് ചെയ്തത് ഈ മന്ത്രി വന്നിട്ട് ഈ മാർക്ക് മാത്രം വായിക്കേണ്ട ആവശ്യമുണ്ടോ? എന്തൊക്കെ പുകിലായിരുന്നു. സകലതും തകർന്ന് തരിപ്പണമാകുമ്പോൾ ഓടിയെത്തിയ മന്ത്രിക്ക് കിട്ടിയത് 8ന്റെ പണിയാണ്. ഈ തിരഞ്ഞെടുപ്പിൽ പിണറായിക്ക് മൂന്നാം ഊഴമില്ല എന്ന് CPM പോലും ഉറപ്പിക്കുമ്പോൾ കോൺഗ്രസിൽ ആര് മുഖ്യമന്ത്രിയാകണമെന്ന ചർച്ചയൊക്കെ കൊണ്ടുപിടിച്ച് നടക്കുകയാണ്. എന്നാൽ അതിനിടയിലേക്കാണ് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ കൊള്ളയുടെ അടുത്ത ചുരുൾ അഴിയുന്നത്. ഒറ്റ രാത്രി കൊണ്ട് കുടുംബത്തിലെ 16 പേരെയും ചോര നീരാക്കി അധ്വാനിച്ചുണ്ടാക്കിയ വീടടക്കം സകലതും ഒരു പെരുമഴ കവർന്നെടുത്തപ്പോൾ കൂടെയുണ്ട്, ഒപ്പമുണ്ട്, ഞാനല്ലാതെ മറ്റാരുമില്ല എന്നൊക്കെ പറഞ്ഞ പിണറായി കിട്ടിയ 700 കോടിക്ക് കുറേയധികം വീടുകൾ വെച്ച് നൽകാമെന്നേറ്റു. ഒടുക്കം തിരഞ്ഞെടുപ്പിന്റെ തലേന്ന് പന്തലുകെട്ടി 178 വീടിന്റെ താക്കോൽ ദാനവും നടത്തി. പക്ഷേ ഒരു വീട് പോലും വാസയോഗ്യമല്ല. കെട്ടിയ വീടൊക്കെ വിണ്ടു വെള്ളം കിനിഞ്ഞു തുടങ്ങി. അതു പറഞ്ഞ വീട്ടുടമ നൌഫലിനെ ഭീഷണിപ്പെടുത്തുകയാണ് ഉണ്ടായത്. എന്നാൽ എന്താണ് നടന്നത് എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മന്ത്രി രാജൻ ഓടിപ്പാഞ്ഞ് ഒരു ലാഡറുമെടുത്ത് കേറി എന്തൊക്കെയോ കാണിച്ചുകൂട്ടി. ഇതോടെ അറിയാത്തവർ പോലും അറിഞ്ഞു. മന്ത്രി നാണം കെട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. മന്ത്രിക്കെന്താ കിളി പോയോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ആ രംഗങ്ങൾ ഒന്ന് കാണാം. എനിക്ക് തോന്നിയത് എന്തോ ഒരു കിളി പോയവരാണ് മൂപ്പര് ചെയ്യുന്നത്. അല്ല, സത്യം പറയാം. കാരണം ഈ മാർക്ക് ചെയ്തവിടെ കറക്റ്റ് ലീക്കുള്ളവിടെ മാർക്ക് ചെയ്തവിടെ അത് ഈ ഊരാലുകൾ ഉദ്യോഗസ്ഥന്മാരെന്നെ വന്നിട്ട് മാർക്ക് ചെയ്തത്, അല്ലെങ്കിൽ ഞാനൊന്നുമല്ല മാർക്ക് ചെയ്തത്. ഈ മാർക്ക് ചെയ്തത് ഈ മന്ത്രി വന്നിട്ട് ഈ മാർക്ക് മാത്രം വായിക്കേണ്ട ആവശ്യമുണ്ടോ? എനിക്ക് ചോദിക്കേണ്ട മന്ത്രി ഞാൻ ഇവിടെ നിൽക്കണ്ട. എന്താ ഈ വീടിന്റെ ഉടമസ്ഥൻ, ഈ വീടിന്റെ ഉടമസ്ഥനാണ് ഞാൻ. എന്തൊക്കെ വാക്ക് മന്ത്രി ചോദിക്കാം? ഒരു അവകാശമല്ലേ, ഒരു അവകാശമാണ്. ഈ ഉടമക്ക് ഒരു അവകാശം ഉണ്ടല്ലോ. ആ അവകാശം ആ മന്ത്രിക്ക് എൻ്റെ അടുത്ത് ചോദിക്കാം. വിള്ളലൊന്ന് കാണിച്ചു തരുമെന്ന്. ഞാൻ എന്നിട്ട് മേലെ പോയിട്ട് നിങ്ങളെ ഈ മാധ്യമ പ്രവർത്തകർക്കാണ് ഞാൻ അത് കാണിച്ചു കൊടുത്തത്. നിങ്ങൾക്കത് ബോധ്യപ്പെട്ടതല്ലേ? മേലെ വിണ്ടതും അടിയിൽ വിണ്ടതും ആ കിനിവുള്ളതും ആ മാർക്കർ വായിക്കാൻ എന്താ ഞങ്ങൾ ചെയ്തത്? അതാണ് എനിക്ക് പറയാം. പല ഭാഗത്തുനിന്ന് ഭീഷണിയുണ്ട്. അത് ഞാൻ ഇതിന്റെ മുന്നിൽ ഒരു 2-3 ദിവസം നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണം. കാരണം അത്രയധികം ഭീഷണി എനിക്ക് വരുന്നുണ്ട്. അത് ഞാൻ പറയാം. പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കണമെന്ന് പറയുന്നു. കാരണം എനിക്ക് ഒരു മാനസികമായിട്ട്, കാരണം അത്രയും വിഷമത്തോട് കൂടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. കാരണം ഒന്നാമത് ഞാൻ എൻ്റെ കുടുംബത്തിൽ 16 ആൾക്കാർ മരിച്ചതാണ്. എനിക്ക് ഒരു വീട് കെട്ടിയിട്ട്, ഞാൻ സ്വന്തമായിട്ട് വീട് കെട്ടിയിട്ട് ആ വീട്ടിൽ കടന്നുറങ്ങാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടില്ല. അതും പോയി. അങ്ങനത്തെ ഒരു വിഷമത്തിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഈ വീടിൻ്റെ വിള്ളലും ഇതും കൂടി കണ്ടപ്പോൾ മനസ്സിനാകെ ഒരു വിഷമം. അതുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞത്. എനിക്ക് സംതൃപ്തി ഇല്ല. ഇല്ലല്ല, ഒന്നും ചോദിച്ചില്ല. അവിടെ ഉണ്ടായിരുന്നു. മന്ത്രി വിള്ളലല്ലാന്ന് പറഞ്ഞാൽ ഞാൻ എന്താ പറയാ? നിങ്ങൾക്കൊക്കെ അറിയണതല്ലേ ഇത് വിള്ളലാണെന്ന്. മന്ത്രി വിള്ളലല്ല, ഞാൻ കണ്ടതാണ്. എനിക്കൊരു പൈസ ഇല്ല. അത് അക്കൗണ്ടിൽ നോക്കിക്കോളി. ഇതിന് വന്നത് എനിക്ക് ആകെ ഒരു അക്കൗണ്ട് ഉള്ളൂ. ആ അക്കൗണ്ട് നോക്കിച്ച് പൈസ ചോദിച്ചോളൂ. ഇനി ഞാൻ എന്താ പറയണ്ടത്? അല്ല, സർക്കാരിന്റെ ഭവനത്തിൽ ഞാൻ എങ്ങനെ സഹായം ചെയ്യും? സർക്കാരിന്റെ ഭവന പദ്ധതിയിൽ പ്രഖ്യാപിക്കപ്പെട്ട് ബെനിഫിഷ്യറി ലിസ്റ്റിൽ ഉൾപ്പെട്ട് കിടക്കുന്ന നൗഫലിന്റെ വീടിന്റെ ചോർച്ചയിൽ ഞാൻ എങ്ങനെ സഹായിക്കണം? ഞാൻ ഡോക്ടർ ഫിക്സിറ്റ് ആണ്. വീണ്ടും അങ്ങോട്ട് പോയി. എടോ ഞങ്ങളത് അത് പറഞ്ഞല്ലോ, ഞങ്ങളത് തീർക്കുന്നു പറഞ്ഞല്ലോ. അവിടെ വയനാട്ടിലത്തെ ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പറും വയനാട്ടിലത്തെ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും വയനാട്ടിലുള്ള യുക്കോൺ സാറാണ് എന്റെ അപ്പുറം നിൽക്കുന്നത്. അല്ല അവരൊന്നും താമസിക്കുന്ന സ്ഥലത്ത് ആന ഇറങ്ങാത്ത സ്ഥലമാണ്. വയനാട്ടിൽ എവിടെ എന്റെ ചേട്ടാ? പുലി വന്ന വാർത്തയുണ്ട് ഈ സ്ഥലത്ത്. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ചില വാർത്തകളോട് പ്രത്യേകം താല്പര്യം തോന്നും. സ്വാഭാവികമാണല്ലോ, അത് ജോലി ചെയ്യുന്ന സ്ഥാപനം അനുസരിച്ചിരിക്കില്ലേ. അപ്പൊ അതവിടെ നിൽക്കട്ടെ. പിന്നെ പദ്ധതിയുടെ ഭാഗമായിട്ട് ആവശ്യമായ രീതിയിലുള്ള സുരക്ഷ അവിടെ ജനങ്ങൾ, ഞാൻ ഒന്ന് വേണേൽ ക്ലിയർ ആയിട്ട് പറഞ്ഞു. അവിടെ കോൺഗ്രസിന്റെ പ്രഖ്യാപിക്കപ്പെട്ട ഭവനങ്ങളിൽ ഒരെണ്ണമെങ്കിലും കൈമാറുന്ന ഘട്ടത്തിൽ
ചോർച്ചയില്ല എന്ന് ഉറപ്പുവരുത്തും. ആദ്യം മറ്റേ ഇത് കൊടുത്തിട്ട് ഒരു 4 മാസം കഴിഞ്ഞിട്ട് കയറാമെന്ന് പറയില്ല. വിഷു കഴിയട്ടെ, ഓണം കഴിയട്ടെ, മഴ കഴിയട്ടെ, വെയിൽ കഴിയട്ടെ എന്ന് പറയില്ല. കൊടുക്കുമ്പോ എല്ലാം പൂർത്തീകരിച്ച് കൊടുക്കും. നോക്കൂ, ഞാൻ എത്ര സൗമ്യമായിട്ട് ഇത്ര നേരം സംസാരിക്കും. നിങ്ങൾ 3 മാധ്യമ പ്രവർത്തകർക്ക് മാത്രമാണ് ഇവിടെ ഒരു കാര്യം മനസ്സിലാകത്തുള്ളൂ. നിങ്ങൾ വീണ്ടും വഴക്കിടുകയാണ്. കേക്ക് ഇനി പ്രോയം വന്നു. ഓക്കെ, കാര്യത്തിൽ പ്രോയം വന്നു. പിന്നെ ഇനി അങ്ങനെ കൊടുക്കുമ്പോ എല്ലാം പരിഹരിച്ച് അവർക്ക് ഇനി വന്യമൃഗങ്ങളുടെ ശല്യം ഉണ്ടാകുന്ന ഒരു ഘട്ടമുണ്ടെങ്കിൽ അവിടെ ആ ഫെൻസിങ്ങും ഏർപ്പെടുത്തി എന്തൊക്കെ സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ സാധിക്കും അതെല്ലാം കൂടി ഓക്കെ. അപ്പോ ഇനി നിങ്ങളെ ബോധ്യപ്പെടുത്താൻ ഞാൻ അശക്തനാണ്.